ശിർക്കല്ല, വിളി ശിർക്കാണ്. ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ അത് പറഞ്ഞത്? ആദരിക്കല് ശിർക്കല്ല, അനുസരിക്കല് ശിർക്കല്ല, സ്നേഹിക്കല് ശിർക്കല്ല, വിളിക്കല ശിർക്ക്. ഉസ്താദേ, എനിക്ക് ഫാനങ്ങോട്ട് തരുത്ത അല്ലേ, ഒരു ഗ്ലാസ് വെള്ളം തരുത്ത, ഞാൻ കുടിക്കട്ടെ. സഹായം ചോദിക്കല, പിന്നെ ശിർക്ക്. അവിടെ ആദരവിന്റെ മുഖം വരുന്നത് അതാ. ആദരവായി സഹായോട് ചോദിക്കുമ്പോൾ തന്നെ ആദരവ് ഇങ്ങോട്ട് കയറി 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 വലിയൊരു മുഖാണ്ട് സ്വീകരിച്ച് അത് ആരാധനയായിട്ട് മാറി. എവിടുന്നോടോ നീ ഇതൊക്കെ പഠിച്ചത്? നീ വന്ന് വിശദീകരിക്കേ. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആദരവും ആരാധനയും വേർതിരിയുന്ന മാനദണ്ഡം ഏതാണ്? ഏതടിസ്ഥാനത്തിലാണ് സഹായം ചോദിക്കലും അതുപോലെ വിളിക്കലും പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞത്? അത് ശിർക്കാണ് എന്ന് പറഞ്ഞത്? കേവലം അല്ലേ ഇവരിങ്ങനെ തലച്ചോറിൽ പുറത്തുണ്ടാക്കുക, എന്നിട്ട് അതിന്റെ പേരില് ആളുകളെ മുഴുവൻ മുശ്രിക്കീങ്ങളാക്കുക. ഇത് ഇരുന്ന് ആലോചിച്ചൂടെ? ഈ ആളുകളെ മുഴുവൻ മുശ്രിക്കീങ്ങളാക്കിയിട്ട് എന്താ കിട്ടാനുള്ളത്? നമുക്ക് മരിച്ചു പോകണ്ടേ? മരിച്ചു പോകണ്ടേ? പരമാവധി ആളുകളെ ശരിക്കും രക്ഷപ്പെടുത്താനല്ലേ നോക്കേണ്ടത്? പൂർവികളൊക്കെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് നിങ്ങൾക്കറിയില്ലേ? മരിച്ചു പോകണ്ടേ? അള്ളാന്റെ അടുത്തേക്ക് പോകണ്ടേ? ഈ സമുദായത്തെ മുഴുവനും മുശ്രിക്കാക്കിയിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടാനുള്ളത്? എന്തിനാണ് പാപം ഒരു സമൂഹത്തെ അല്ലേ ഖുർആൻ പറയാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത, സഹാബത്ത് മനസ്സിലാക്കാത്ത എന്തോ ചില നിങ്ങളുടെ ഈ ചീഞ്ഞളിന്റെ തലച്ചോറിൽ നിന്ന് ഉത്ഭവിച്ച് വികലമായ ചില ആശയത്തിന്റെ പേരിൽ മുശ്രിക്കാക്കി മാറ്റണം? മോശമല്ലേ? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചു. ഇവറ്റങ്ങളുടെ പിന്നാലെ കൂടിയ മുജാഹിദുകളൊന്ന് ആലോചിക്കുക. ഇപ്പൊ പരിഭാഷയ്ക്ക് നിൽക്കുന്ന കാലാണല്ലോ. ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഒക്കെ പരിഭാഷ എടുത്ത് ഭാഗത്തൊന്ന് നോക്കുക. എന്നിട്ടിങ്ങനെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. എന്താണ് ഇവിടെയുള്ള കുറെ ആളുകളെ മുശ്രിക്കീങ്ങളാക്കിയിട്ട് നിസ്കരിക്കുന്ന, നോമ്പ് നൽകുന്ന നല്ല മുസ്ലിങ്ങളെ മുശ്രിക്കീങ്ങളാക്കിയിട്ട് എന്താ സഹായം ചോദിച്ച് വേറിപ്പോയാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഇത് പോയത്തക്കാരാണ്, വിട്ടികളാണ്. പറഞ്ഞോളൂ, സഹായം കിട്ടാത്ത ഞാൻ പോയി. ഇനിയിപ്പോ അതൊക്കെ പോട്ടെ, ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൈക്കാണ്ട് ശബ്ദം പോയി. ഞാൻ പറയണം, മൈക്ക് സഹായിക്കണം കേട്ടോ, ഞാൻ മുസ്ലിക്കാവും. സുഖല്ല എന്ന് പറയാം. മൈക്കിനോട് സഹായം ചെയ്തിരുന്നാൽ ഞാൻ മുസ്ലിക്കാവോ? എന്നിട്ടിങ്ങനെ വന്നിട്ട് പാടാ, ഇബ്രാഹിമിനെ പക്ഷിനെ പിടിച്ചില്ലേ, എന്നിട്ട് ഐറ്റങ്ങളെ വിളിച്ചില്ലേ, വിളിക്കാൻ പറഞ്ഞില്ലേ, എന്നാ കുഞ്ഞാളെന്നാണ് പക്ഷികളെ വിളിച്ചു. ആ കുഞ്ഞാള് പക്ഷികളെ വിളിച്ചാലോ വിളിക്കും. എന്താ ഉണ്ടാകാ? വിളിക്കും. മുസ്ലിക്കാവോ? ഇല്ലേ? വൈദ്യുതത്തുണ്ടെങ്കിൽ പക്ഷി വരെ, ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകുക? എനിക്കല്ലേ ആ പക്ഷിക്ക് വല്ല അത്ഭുതം വേണം, അല്ലെങ്കിൽ എനിക്ക് വല്ല അത്ഭുതം വേണം, എന്നാ വരുന്നത് ഒരത്ഭുത പക്ഷിയാവണേ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കേൾക്കുമ്പോ എന്നിട്ടാ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിനോട് വിളിക്കാൻ പറഞ്ഞില്ലേ, അതോട് നിങ്ങൾ പക്ഷികളെ വിളിക്കോ? അതൊരു മോചനത്തിൽ സംഭവിച്ചതല്ലേ, അത് തെളിവാക്കാൻ പറ്റുമോ? അപ്പൊ കുറച്ച് ആൾക്കാർ ശരിയെന്നട്ടോ, ഒരു ശരിയല്ല, തെറ്റാണ്. എങ്ങനെ ശരിയാകാതെ? ഇന്നോട് ഞാൻ മോചനത്തിൽ ശിർക്ക് ചെയ്യാൻ ആരെങ്ങളോട് പറഞ്ഞത്? മോചനത്തിൽ ശിർക്ക് ചെയ്യാം, കറാമത്തിൽ ശിർക്ക് ചെയ്യാം. എവിടുന്ന ഹബീബന്മാരെ നിങ്ങൾ ദീന് പഠിച്ചു? അതുകൊണ്ട് കുഞ്ഞു ഹബീബന്മാരെ നിങ്ങൾക്ക് ആദരവ് തരുന്നിട്ടില്ല, നിങ്ങൾക്ക് ആരാധന തരുന്നിട്ടില്ല, നിങ്ങൾക്ക് സഹായം ചോദിക്കൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് വിളി എന്താണെന്ന് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കൊന്നും തരുന്നിട്ടില്ല. അതുകൊണ്ട് ഒന്ന് വാ. അല്ല, നിനക്കറിയുമെങ്കിൽ ഹുസൈൻ സലഫിയോട് ഞാൻ പറയുന്നു, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു, ആദരവും ആരാധനയും, ആദരവും അതിരുവിട്ട് ആദരവും തമ്മിലുള്ള ആ വൈജാത്യത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് വിശദീകരിക്കുക. അല്ല, ഇതൊക്കെ അതിരുപെട്ട ആദരവാണ് എങ്കിൽ ഇവർക്ക് ഇനി മുസ്ലിങ്ങളാക്കിയോ? അള്ളാഹുവിന്റെ റസൂലിന് സഹാബത്തിനൊക്കെ നീ വന്നൊന്ന് വിശദീകരിക്കും. അപ്പൊ പിന്നെ ആ വാദമൊന്നും ശരിയല്ല. വിളിച്ചു എന്ന് വിചാരിച്ചു, അതൊക്കെ ആദരവിന്റെ എത്രയോ താഴെ. ഇവിടെ സുജൂദ് ചെയ്താൽ നീ പൈലപ്പെടണം. സുജൂദ് ചെയ്താൽ ശരിക്കും ഇപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്തു നോക്കാം. മലക്കുകൾ സുജൂദ് ചെയ്ത് അവർ മുശ്രിക്കീങ്ങളല്ല. മലക്കുകൾ ആദമെ
ശിർക്കായി. എന്തായി പ്രശ്നം? ആലമേ ഞങ്ങളെ സഹായിക്കണട്ടോ, ശിർക്കായി. സുജൂദ് ചെയ്ത ശിർക്കല്ല, കുനിഞ്ഞ ശിർക്കല്ല. ഏതാ മാനദണ്ഡം? ശരിക്കും സാധാരണ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് ഹുസൈൻ സലഫി വിശദീകരിക്കട്ടെ. ഹുസൈൻ സലഫിയോട് ചോദിക്കാം. സാധാരണ നമ്മളിങ്ങനെ ഒരു പണിയുണ്ട്, ഇവരിങ്ങനെ പറയാ, നമ്മളിങ്ങനെ മറുപടി പറയാം. ഇനി കുറച്ച് നിങ്ങളൊന്ന് പറയും, ഞങ്ങൾ ചോദിക്കാം. ചോദിക്കാൻ സുഖാണ്. സേവനയിൽ വന്നു കൊണ്ട് ചോദിച്ചില്ലേ, നിസ്കാരം 3 വക്താണ് 5 വക്താണെന്ന് ഖുർആനിലുണ്ടോ? അങ്ങനെ ഒരു സ്ഥലത്ത് മറുപടി പറയാൻ വേണ്ടി ഒരു വലിയ മൂല്യരുണ്ട്. മൂപ്പരിങ്ങനെ ഖുർആനിൽ വെച്ചിട്ട് ഇങ്ങനെ 5 വക്തണ്ട് സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം കൊണ്ട് എനിക്ക് അള്ളല്ല, ഞാൻ പറയാൻ അള്ളല്ല, ഇല്ലെങ്കിൽ സ്ഥാപിക്കും. ഇല്ല എന്ന് പറയാൻ സുഖാണ്, ഉള്ളവന് സ്ഥാപിക്കേണ്ടി വരും, കുറച്ച് പ്രയാസമാണ്. എന്നിട്ട് സുന്നാള് പറഞ്ഞാൽ മനസ്സിലാകണില്ല, അവര് പറഞ്ഞതാ മനസ്സിലാകണത്. ഇല്ല, മനസ്സിലായി, ഉണ്ട്, അതിനെന്താ തെളിവ്? അങ്ങനത്തെ തെളിവ് ഇങ്ങനത്തെ തെളിവ് വിശദീകരിക്കണം. ഇല്ല എന്ന് പറയാൻ സുഖാണ്, ഉണ്ട് എന്ന് പറയാൻ തന്നെ പ്രയാസം. എന്നിട്ട് ഇങ്ങനെ അതില്ല, തവസ്സുലില്ല, ഇസ്തിഗാസല്ല, സഹായമല്ല, ബർക്കത്തില്ല. അത് നമ്മളിങ്ങനെ വിശദീകരിക്കുമ്പോ ഒരു വിശദീകരിച്ചാൽ എന്താ? ആര് വിശദീകരിച്ചാലും മനസ്സിലാവും. ഈ ശേഖരന് വലിയ 3 വക്താന്ന് പറഞ്ഞ ഒരാളിങ്ങനെ മറുപടി പറയാം. നല്ല മറുപടി എന്റെ ഖുർആനിലുണ്ട്. പക്ഷെ അപ്പോ ശേഖരനിട്ട് മൂപ്പരിങ്ങനെ ഇടങ്ങാറാക്കി. ഇടങ്ങാറാക്കണുണ്ടപ്പോ അവിടെ ഉണ്ട് ആൾക്കാർക്ക് പിരാന്തെന്ന് പറഞ്ഞ മറ്റേ ഹുസൈൻ സലഫി എന്ന് പറഞ്ഞ അല്ലേ, ആ കൂട്ടരാണെന്നല്ല, അങ്ങനെ ഒരു മൂല്യരുണ്ട്. അയാൾ സ്റ്റേജിൽ കൊണ്ടിട്ട് പറഞ്ഞു, നിങ്ങളവിടെ ഇറങ്ങിക്ക് ഞാൻ പറയാറുണ്ട്. എന്നിട്ട് ശേഖരനോട് പറഞ്ഞു, എന്താ എന്റെ വാദം? എന്താ എന്റെ വാദം? നിസ്കാരം 3 വക്താണ്. നിസ്കാരം 3 വക്താവും. നിസ്കാരം തന്നെയല്ല അതിനോട് സ്ഥാപിക്കാറുണ്ട്. നിസ്കാരം എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല, ഖുർആനോട് സ്ഥാപിക്കുക, ഹദീസ് കൊണ്ട് സ്ഥാപിക്കുന്നത്. സ്ഥാപിക്ക ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, എന്താ ഇതിങ്ങനെ സ്ഥാപിക്കുക? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ എന്താ പ്രാർത്ഥന അതിര് കവിഞ്ഞാൽ ആദരവ്. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ നല്ല അതിരുവിട്ട് ആദരവ്, അതിരുവിട്ട് ആദരവ്, അതിരുവിടാൻ പാടില്ല. ആദരവ് അതിരുവിട്ടാൽ അത് പ്രാർത്ഥനയാകുന്നു, പ്രാർത്ഥനയായാൽ അത് ഇബാദത്താകുന്നു. അല്ലാഹു അല്ലാതൊരു ഇബാദത്ത് ചെയ്താൽ ശിർക്കാകുന്നു. മനസ്സിലായിട്ട് പറയാൻ സുഖാണ്, എനിക്ക് പറഞ്ഞുകൊണ്ട് പോയാൽ മതി. സുഖാണ് ഹബീബമാരെ. ഏത് വിഷയം തക്ബീറത്തിൽ ഇറാൻ കിട്ടി, സലാം കൊണ്ട് അവസാനിക്കുന്ന നിസ്കാരം അള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഖുർആൻ കൊണ്ടൊന്ന് സ്ഥാപിക്കുന്നവർ സ്ഥാപിക്കുന്നത് ഒന്ന് സ്ഥാപിക്കടോ. തവസ്സുൽ ഇസ്തിഹാസത്തോടെ നിൽക്കട്ടെ, ഒന്ന് സ്ഥാപിക്ക്. ഞാൻ പറഞ്ഞ സ്ഥാപിക്കാൻ കഴിയില്ല എന്നല്ല, ആളുകളെ ചോദ്യം ചോദിച്ച് വട്ടം കറക്കുന്ന ഈ ഏർപ്പാട് നീയും നിന്റെ വർഗവും നിർത്തിയേ മതിയാകൂ. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അറിഞ്ഞു തിരിപ്പിച്ച് നിർത്തിപ്പിക്കും. എന്നിട്ട് ഇങ്ങനെ കുറച്ച് സീഡിട്ട് വട്ടം കറക്കുക. സീഡ് ഇപ്പൊ പ്രസംഗിക്കാൻ സുഖ എന്താ ആണ്ടി ഇരുന്നെടുത്താൽ മതി. എന്നിട്ട് ഒരാളിൽ നിൽക്ക് കണ്ടില്ലേ, എന്നിട്ട് ഇപ്പുറത്ത് നിൽക്ക് കണ്ടില്ലേ, എന്നിട്ട് നിൽക്ക് കണ്ടില്ലേ, എന്താ കുറെ നിൽക്കാൻ മതി. എന്താ ഞാൻ പറഞ്ഞത്? ചിലപ്പോ നിൽക്കേണ്ടി വരും, പറയേണ്ടി വരും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആളുകൾക്ക് എന്താ മനസ്സിലായത്? ഐറ്റിയും കള്ളന്മാരാണ്, ഇവറ്റങ്ങളും കള്ളന്മാരാണ്. അല്ല, സുന്നാള് കള്ളന്മാരല്ല, സുന്നത്തനാത്തിലെ ആളുകൾ കള്ളന്മാരല്ല. അവര് അള്ളാഹു പഠിപ്പിച്ചത് വിശ്വസിക്കുന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് വിശ്വസിക്കുന്ന ആളുകളാണ്. സഹാബത്ത് മനസ്സിലാക്കിയത് വിശ്വസിക്കുന്ന ആളുകളാണ്. അവരല്ലേ നമ്മുടെ മാതൃകാ പുരുഷൻ. അപ്പൊ പിന്നെ ഇതൊക്കെ പറയുന്നു, ഈ വേണമെങ്കിൽ ഞാൻ പറയണം, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വന്നിട്ട് ഇയാൾ പറയും, വിളിയും സഹായാഭ്യർത്ഥനകൾ ജീവിതകാലത്തല്ലേ, ജീവിതകാലത്തല്ലേ, മരണശേഷം താൻ റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ടോ? മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ? ജീവിതകാലത്ത് പറ്റും കൂട്ടരെ, മരണശേഷം പറ്റും, വഫാത്തിന്റെ ശേഷം പറ്റുന്ന ഇവിടെ ഉള്ളത്. മഹാന്മാരെ സഹായം വിളിക്കാറാണ് ഇവിടെ ഉള്ളത്. ശരിയാട്ട, കേൾക്കുമ്പോ കുറച്ചാണ് ശരിയാട്ട. അപ്പൊ മറ്റവനും ശരിയാട്ട, അവരത് പറഞ്ഞില്ലല്ലോ, അത് പറഞ്ഞില്ല, അത് പറഞ്ഞില്ല, എന്താണെന്നറിയാം, അത് ശരിയല്ല, അത് ശരിയല്ല, ആ ചോദ്യം ശരിയാണ്. ഇനി സ്ഥാപിക്കും. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് പറഞ്ഞുതരാം. ജീവിതകാലത്ത് പ്രവാചകന്മാരുടെ ജീവിതകാലത്ത് അവർ ആരാധിക്കാം, മരണത്തിന്റെ ശേഷം ആരാധിക്കാൻ പാടില്ല. എവിടുന്ന് കിട്ടിയത്? ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് പറയുന്നത്? അപ്പുറത്ത് മരണശേഷമുള്ളതിന് തെളിവില്ലാത്തത് കൊണ്ടല്ല, വിശദീകരിക്കാം. ഇന്ന് പറയില്ല, ഇപ്പൊ പറയില്ല, ഇതിന് നീ മറുപടി പറ. ജീവിതകാലത്ത് ആരാധിക്കാം, മരണശേഷം ആരാധിക്കാൻ പാടില്ല. ജീവിതകാലത്ത് ആരാധിച്ച തൗഹീദ്, മരണശേഷം ആരാധിച്ച ശിർക്ക്. ഇത് തൗഹീദ് ശിർക്കുമല്ല വിഷയം.
ഹലാലും ഹറാമും അല്ലല്ലോ വിഷയം, പറ്റൂല എന്നുള്ളതല്ലല്ലോ വിഷയം. തൗഹീദാകോ ശിർക്കാകോ? ഞങ്ങൾ പറ ഒരു പ്രമാണം വെച്ച് ഖുർആൻ വെച്ച് സ്ഥാപിക്ക്, ഹദീസ് വെച്ച് സ്ഥാപിക്ക്. ജീവിതകാലത്ത് പറ്റും, മരണാനന്തരം പറ്റില്ല. എവിടുന്ന് കിട്ടുന്നത്? അല്ലെങ്കിൽ ജീവിതകാലത്ത് ആദരവ്, ജീവിതകാലത്ത് വിളിച്ച ആദരവ്, മരണശേഷം വിളിച്ച ശിർക്ക്, ആരാധന, ഇതെവിടുന്ന കിട്ടുന്നത്? നീ വന്ന് മറുപടി പറയും. ഇനി വെളിയുടെ കാര്യത്തിൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ ജീവിതകാലത്ത് മാത്രമേ പറ്റുള്ളൂ. അനുസരിക്കണം എന്ന് പറഞ്ഞു മരണശേഷം വഫാത്തിന്റെ ശേഷം പ്രവാചകരെ ബഹുമാനിക്കണ്ടേ? വഫാത്തിന്റെ ശേഷം പ്രവാചകരെ ആദരിക്കണ്ടേ? വഫാത്തിന്റെ ശേഷം പ്രവാചകരെ അനുസരിക്കണ്ടേ? വഫാത്തിന്റെ ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണ്ടേ? വഫാത്തിന്റെ ശേഷം ഈ പരിപാടി ഒന്നും വേണ്ടേ? അതാ നിങ്ങൾ പറയണത്. ഞാൻ പിന്നെ ജീവിതകാലത്ത് വിളിക്കാൻ പറ്റുമോ? വഫാത്തിന്റെ ശേഷം വിളിക്കാൻ പറ്റും. ജീവിതകാലത്ത് സഹായം ചോദിക്കാൻ പറ്റുമോ? വഫാത്തിന്റെ ശേഷം സഹായം ചോദിക്കാൻ പറ്റും. അല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ഏതടിസ്ഥാനത്തിൽ? ജീവിതകാലത്ത് തൗഹീദ്, വഫാത്തിന്റെ ശേഷം ശിർക്ക്, ഇതെവിടെ നിന്ന് കിട്ടി? അല്ലെങ്കിൽ ഇതിനെ ജീവിതകാലത്ത് ശിർക്ക് ചെയ്യാം, വഫാത്തിന്റെ ശേഷം ശിർക്ക് ചെയ്യാൻ പാടില്ല, ഇതെവിടെ നിന്ന് കിട്ടി? രണ്ട് കാര്യമാണ്. ഒന്നുകിൽ നീ പറ ജീവിതകാലത്ത് ചെയ്താൽ തൗഹീദ്, വഫാത്തിന്റെ ശേഷം ചെയ്താൽ ശിർക്ക്, എവിടെ നിന്ന് കിട്ടി? അല്ലെങ്കിൽ നീ പറയേണ്ടത് ജീവിതകാലത്ത് ശിർക്ക് ചെയ്യാൻ പറ്റും, വഫാത്തിന്റെ ശേഷം ശിർക്ക് ചെയ്യാൻ പറ്റില്ല, എവിടെ നിന്ന് കിട്ടി? മൂന്നാമതൊരു ചോദ്യം കൂടി സാന്ദർഭികമായി പറയുന്നു. മുഅ്ജിസത്തിൽ ശിർക്ക് ചെയ്യാൻ പറ്റും, അസാധാരണ സംഭവത്തിൽ ശിർക്ക് ചെയ്യാൻ പറ്റും, സാധാരണ സംഭവത്തിൽ ശിർക്ക് ചെയ്യാൻ പറ്റൂല, എവിടുന്ന് കിട്ടി? പറ അല്ലേ? നിങ്ങൾ വന്നിട്ട് പറയാം, അപ്പൊ നമുക്ക് ബാക്കി പറ ഇൻഷാ അല്ലാഹ്. ഞാൻ ആ ഭാഗത്തെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മജീദ് ഉസ്താദൊക്കെ നേരത്തെ കുറെ സമയമായി ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബന്മാരെ, ഞങ്ങൾ പറയുന്നത് അല്ലേ, ഈ ആദരവ് അതിൽ വിട്ടത് കൊണ്ട് ശിർക്കായി എന്ന് പറയുന്നത് തനി വങ്കത്താണ്, സുന്നികളുടെ പേരിൽ നടത്തുന്ന അത്യാരോപണമാണ്. ആ വാദം ശരിയല്ല, തെറ്റല്ല. അത് തെളിയിക്കാൻ സലഫിക്ക് സാധിച്ചിട്ടില്ല, അദ്ദേഹത്തിന് സാധിക്കുകയുമില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, ഹുസൈൻ സലഫി ഇനി ഇവിടെ വരുമെങ്കിൽ അദ്ദേഹം അത് വിശദീകരിക്കട്ടെ. ഈ കാര്യം അദ്ദേഹം വിശദീകരിക്കട്ടെ. ഇനി ഫضലുള്ളാഹി പറ്റി അത് പറഞ്ഞിട്ടില്ല, പറയാത്തത് പറഞ്ഞ നമ്മൾ അടുത്ത വരവിൽ പറയാം. ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെ പറയാം. എല്ലാം കൂടി പറയാൻ സമയമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് പറയാത്തത് ഓർമ്മപ്പെടുത്തിക്കോ. ഞാൻ പറയാം, പക്ഷെ പറഞ്ഞതിന് മറുപടി പറയും. ഇങ്ങനെ വന്നിട്ട് അത് പറഞ്ഞിട്ടില്ല, ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ടാല് അവിടുന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടും നിൽക്കണം. ഇത് പറ, എന്നിട്ട് അടുത്തേക്ക് കടക്കാം. പിന്നെന്താന്ന് പറഞ്ഞാൽ രണ്ടാമതായി ഇയാൾ പറഞ്ഞൊരു കാര്യം, അതിരുവിട്ട ആദരവിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് ആദ്യമായി വ്യതിചലിച്ചവർ ഷിയാക്കളാണ്. അതിരുവിട്ട ആദരവിന്റെ പേരിൽ ഇസ്ലാമിന് ആദ്യമായി വ്യതിചലിച്ച വിഭാഗം ഷിയാക്കളാണ്. ഒരു ആരെ അതിരുവിട്ട് ആദരിച്ചത്? അഹ്ലു ബൈത്തിനോടുള്ള അഥവാ തങ്ങന്മാരോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം അതിരുവിട്ടതാണ് കാരണം. അതുകൊണ്ട് സുന്നികളും ഇവർക്ക് ആദരിക്കും, അതിരുവിട്ട് ആദരിക്കും അല്ലെ? സുന്നികളും അതിൽ പറഞ്ഞിട്ട് പറയാനല്ല, ഞാൻ സുന്നികൾ അതിരുവിട്ട് ആദരിക്കും എന്നല്ല മൂപ്പര് പറഞ്ഞു കേട്ടോ. ഇവരത് പറഞ്ഞിട്ട് പറയുന്നത് സുന്നികളും ഷിയാക്കളും അതുകൊണ്ട് ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. സുന്നികളും ഷിയാക്കളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്, ഒരേ തൂവൽ പക്ഷികളാണ്. രണ്ട് വിഭാഗം ചെയ്യുന്ന പരിപാടി ഒന്നാണ്. മൂന്ന് ഭാഷ മൂപ്പര് പ്രയോഗിച്ചെന്ന് പറഞ്ഞാൽ അതിരുവിട്ട് പറഞ്ഞോളാം, യാതൊരു കാര്യവും കാട്ടില്ല. ഏട്ടാ മൂപ്പര് പറയാം, എന്താ കാരണം എന്നറിയാം? മരിച്ചുപോയ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഉപകാരവും ഉപദ്രവവും ചെയ്യാമെന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു, സുന്നികളും അങ്ങനെ വിശ്വസിക്കുന്നു. രണ്ട് വിഭാഗവും അത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഒരു നാണയത്തിന്റെ ഒരു വശമാണ് കബർ സന്ദർശിക്കുക, അതുപോലെ തന്നെ കബർ കെട്ടിപ്പൊന്തിക്കുക. ഷിയാക്കൾ അംഗീകരിക്കുന്നു, സുന്നികളും അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഒരേ തൂവൽ പക്ഷികളാണ്. പിന്നെന്താ? സൂഫിസവും ത്വരീഖത്തുമൊക്കെ ഇസ്ലാമിന്റെ മഹത്തായ വഴികളാണ്. സുന്നികൾ അംഗീകരിക്കുന്നു, ഷിയാക്കൾ അംഗീകരിക്കുന്നു. രണ്ട് വിഭാഗവും ചെയ്യുന്ന പരിപാടി ഒന്നാണ്. ഓ അല്ലേ? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, ഹുസൈൻ സലഫി കുപ്പായം ധരിക്കുന്നു, ഷിയാക്കളും കുപ്പായം ധരിക്കുന്നു. രണ്ട് വിഭാഗത്തിന്റെയും പരിപാടി ഒന്നാണ്, ഒരേ തൂവൽ പക്ഷികളാണ്. ഹുസൈൻ സലഫി താടി വെക്കുന്നു, ഷിയാക്കളും താടി വെക്കുന്നു. രണ്ട് വിഭാഗത്തിന്റെയും പരിപാടി ഒന്നാണ്. അതുകൊണ്ട് രണ്ട് വിഭാഗത്തെ ഒരേ തൂവൽ പക്ഷികളാണ്. ഹുസൈൻ സലഫി 5 വക്ത് നിസ്കരിക്കുന്നു, ഷിയാക്കളും 5 വക്ത് നിസ്കരിക്കുന്നു. രണ്ടുകൂട്ടരും പരിപാടി ഒന്നാണ്. പറഞ്ഞോ, ഇതൊക്കെ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ തോന്നിയത് പറഞ്ഞോട്ടെ.
പണ്ട് മഞ്ചേരിയിൽ വെച്ച് ഇന്ന രീതിയിലാണ് നമ്മൾ പോകേണ്ടത്, ഇതാണ് ഞാൻ ചോദിച്ചത്. ഇന്നത് നിങ്ങൾ ആദ്യം ഇന്നത് പറയണമെന്ന് പറഞ്ഞപ്പോൾ സക്കറിയ സറായി പറഞ്ഞു, ഇന്ത്യ സ്വാതന്ത്ര്യമുള്ള നാടാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ പറയേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോളി, പറഞ്ഞതിന് പ്രശ്നമൊന്നുമില്ല, നിങ്ങളിഷ്ടമാണ്, സ്വതന്ത്ര ഇന്ത്യയാണ്, പക്ഷെ ആളുകളെ വട്ടം കറക്കരുത്, അവൻ ഇന്നതാ പറയുന്നത്.